അപ്പോൾ നമ്മൾ 220 ചെറിയൊരു വീഡിയോ ആയിട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ 220 ചെയിൻ ക്ലീനിങ് ആട്ടോ, ചെയിൻ ക്ലീനിങ്ങും അതേപോലെ തന്നെ ലൂബിങ് അല്ല, ഓയിൽ എന്താ പറയുക, ഗിയർ ഓയിൽ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻജിൻ ഭാഗത്ത് വരുന്ന ഈ സൈഡ് കവർ ഊരിയെടുക്കുക കേട്ടോ വരുന്നത്. ഫസ്റ്റ് തന്നെ ഈ എൻജിൻ ഭാഗത്ത് 3 ബോൾട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ബോൾട്ട് കവറിലും വരുന്നുണ്ട്, ഒന്ന് ഗിയറിൻ്റെ എവിടെയും വരുന്നുണ്ട് കേട്ടോ. അത് ഊരിയെടുക്കണേ ആദ്യം തന്നെ. ഞാൻ ഈ എൻജിൻ സൈഡ് ഭാഗം എന്താ പറയുക 2-3 മാസം കൂടുമ്പോഴാണ് ക്ലീൻ ചെയ്യാറുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ ഡീസൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് ലൂബ് അടിക്കുകയാണ് ചെയ്യല് കേട്ടോ. ഇപ്പോൾ ലൂബിങ്ങിന് പകരം ഞാനിപ്പോൾ ഗിയർ ഓയിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ലൂബിങ് ചെയ്യാറുള്ളൂ. വലിയ രീതിയിൽ നാശമായി കിടക്കുന്നൊന്നുമില്ല കേട്ടോ, ചെറുങ്ങനെ ഇതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഡീസൽ വെച്ചിട്ടോ. അപ്പോൾ ഡീസലിൻ്റെ കളർ പറഞ്ഞാൽ ഈ ഓയിലിൻ്റെ പാത്രത്തിൽ ഡീസൽ വാങ്ങിയിട്ടാട്ടോ. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക ചെയിനിൻ്റെ മുകളിൽ ഡീസലാക്കുക കേട്ടോ. എന്നിട്ട് നല്ലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഉരയ്ക്കട്ടോ, വേണ്ടേ എന്താ പറയുക, നല്ലോണം തേച്ച് കൊടുക്കുക. അത്യാവശ്യം ആ ഡീസലൊക്കെ കൂടി നല്ലോണം ആവണം കേട്ടോ. പിന്നെ നമ്മളൊരു ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട്, ആ ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം എന്താ പറയുക ക്ലീൻ ചെയ്ത് കൊടുക്കട്ടെ വേണ്ടേ. അപ്പോൾ നമ്മൾ 150-200 രൂപ ഒക്കെ വരുന്ന ലൂബിങ്ങിൻ്റെ കുപ്പി വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 3 യൂസിനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഗിയർ ഓയിൽ അങ്ങനെയല്ല കേട്ടോ. ഗിയർ ഓയിൽ പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഏകദേശം 5-6 യൂസെങ്കിലും കിട്ടും കേട്ടോ. 6 അതിന് കൂടുതലൊക്കെ കിട്ടും കേട്ടോ ചില ടൈമിലൊക്കെ. അപ്പോൾ ഞാൻ ഗിയർ ഓയിൽ വാങ്ങി പറഞ്ഞാൽ 75 രൂപ കേട്ടോ ഗിയർ ഓയിലിന് വരുന്നത്. അതിപ്പോൾ 5-6 യൂസിനെങ്കിലും കിട്ടിയാൽ എന്തിനാ ലാഭം തന്നെയാണ് കേട്ടോ നമുക്ക്. ഇതിനെക്കാട്ടും എന്താ ലൂബി ഇതിനെക്കാട്ടും നല്ല എനിക്ക് തോന്നുന്നു ഗിയർ ഓയിൽ ഉപയോഗിക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ടാട്ടോ ഗിയർ എന്താ പറയുക കഴുകണം. എന്നിട്ട് വെള്ളം അടിച്ചിട്ട് നമ്മൾ കഴുകണം കേട്ടോ. വെള്ളം അടിച്ചിട്ട് നല്ലോണം കഴുകി ഉരച്ച് പോക്കണം കേട്ടോ ഒക്കെ. അപ്പോൾ നമ്മൾ ആ കഴുകി വൃത്തിയാക്കി ഉണങ്ങണം കേട്ടോ. സംഭവം അത്യാവശ്യം ഉണങ്ങണം, എന്താ പറയുക ചെയിനിൽ വെള്ളം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ആ മോട്ടീവുള്ള ഗിയർ ഓയിലാട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ചെയിൻ ലൂബ് അടിക്കുന്നില്ല. അപ്പോൾ ഇതിന് ഗിയർ ഓയിലാട്ടോ കൊടുക്കണേ. ആദ്യം തന്നെ നമ്മൾ ഡീസൽ അടിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണങ്ങണം കേട്ടോ. ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഗിയർ ഓയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മളിതാ അങ്ങനെ കുറേശ്ശെ അപ്ലൈ ചെയ്തെടുക്കും കേട്ടോ. വണ്ടീൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ലൂബിങ് ചെയ്തല്ല, ലൂബിങ് അല്ല ഓയിൽ എന്താ പറയുക ഗിയർ ഓയിലാട്ടോ ചെയ്തത്. ബജാജിലെ കമ്പനിയിലൊക്കെ ചോദിച്ചപ്പോൾ പറയുന്നത് അങ്ങനെ ഡീസലിട്ട് ലൂബിങ്ങിന് പകരം ഗിയർ ഓയിൽ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാട്ടോ അവർ എന്താ സർവീസ് സെൻ്ററിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ.